ഏവർക്കും സ്നേഹവന്ദനം. ഓശാന ഞായർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പല അക്രൈസ്തവ സുഹൃത്തുക്കളും ഈ അടുത്ത സമയങ്ങളിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഓശാന ഞായർ എന്നാൽ എന്ത് എന്നുള്ളത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന രാജാവ്, ആ രാജാവിനെ കുറിച്ചുള്ള ഒരു അറിവാണ് വാസ്തവത്തിൽ ഓശാന ഞായറാഴ്ച. ഓശാന ഞായർ ക്രൈസ്തവ വിശ്വാസത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഈ കഷ്ടാനുഭവ ആഴ്ചയുടെ അല്ലെങ്കിൽ പാഷൻ വീക്കിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്ന ഒന്നും കൂടിയാണിത്. യേശു ക്രിസ്തു യെരുശലേമിലേക്കുള്ള തന്റെ രാജകീയ പ്രവേശനം നടത്തിയത് ഈ ദിവസത്തിലാണ്. യേശുവിന്റെ ജനനത്തിൽ തന്നെ യേശു രാജകീയമായിട്ടുള്ള ഒരു ജനനമായിരുന്നു എന്ന് കിഴക്ക് നിന്ന് വന്ന ഒരു പറ്റം വിദ്വാൻമാർ, അവരുടെ കൂട്ടത്തിൽ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന് കൊടുത്ത കാഴ്ച വസ്തു അത് പൊന്നായിരുന്നു. ആ പൊന്ന് കാഴ്ച അർപ്പിച്ചുകൊണ്ട് യേശുവിനെ കുമ്പിട്ട് ആരാധിച്ച അനുഭവത്തെക്കുറിച്ച് ക്രിസ്മസ് നാളുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു രാജാതി രാജാവാകുന്നു എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, യേശുവിന്റെ വംശാവലിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് യഹൂദ വംശത്തിലാണ് യേശു ജനിച്ചത്. യഹൂദ വംശം രാജകീയ ഗോത്രമാണ്. അപ്പൊ യേശു കർത്താവ് രാജകീയ ഗോത്രത്തിൽ പിറന്നവനാകിയാലും സർവ്വ മനുഷ്യരെയും ഭരണം നയിക്കുവാൻ കഴിവുള്ളവനാകിയാലും അവൻ രാജാതി രാജാവാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്: രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ. യേശു ക്രിസ്തു രാജാതി രാജാവാണ്. മാത്രമല്ല, യേശുവിന്റെ ജനനത്തിൽ കിഴക്കുനിന്ന് വന്നിട്ടുള്ള ആളുകൾ, ആ വിദ്വാൻമാരായിട്ടുള്ളവര് ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ച ചോദ്യം തന്നെ യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവനെവിടെ? യേശു ക്രിസ്തു വാസ്തവത്തിൽ രാജാവാണ്. ആ രാജാവിന്റെ പ്രവേശനം ലോകത്തിന്റെ സാധാരണ രാജാക്കന്മാരുടെ പ്രവേശനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇത് ഒരു സൈനിക വിജയത്തിന്റെ പ്രകടനമല്ല, മറിച്ച് താഴ്മയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു. അപ്പൊ ഈ ദിവസം നമ്മോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്: യേശു എങ്ങനെയുള്ള രാജാവാണ്? യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ രാജാവിനെ നാം എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട്, ഈ യേശു എന്ന് പറയുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ട രാജാവാണ്. യേശുവിന്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം ഒരു യാദൃച്ഛികമായ സംഭവമല്ലായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ യേശുവിന്റെ ഈ യാത്രയെക്കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ സെക്കരിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, പഴയ നിയമത്തില് അല്ലെങ്കിൽ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എന്ന് പറയുന്ന 3 ഭാഗങ്ങളാണല്ലോ ബൈബിളില്. അതിനകത്ത് തോറ എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗത്തും അത് കഴിഞ്ഞിട്ട് കെത്തൂബ്യം വരുന്നുണ്ട്. ആ കെത്തൂബ്യം കഴിഞ്ഞതിന് ശേഷം നാബീം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പുസ്തകം, അതിനകത്തെ സെക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത്: സീയോൻ പുത്രിയെ അത്യന്തം സന്തോഷിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതക്കുട്ടിയുടെ മേൽ കയറി വരുന്നു. സെക്കരിയാവ് 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അപ്പോൾ യേശു കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള ആ പ്രയാണം വാഗ്ദത്ത നിവർത്തിയായിരുന്നു. അത് കേവലം ഒരു യാദൃച്ഛികമായിട്ടുള്ള യാത്രയായിരുന്നില്ല. നമുക്കറിയാവുന്ന പോലെ യേശു കർത്താവ് പലസ്തീന്റെ പല ഭാഗങ്ങളിലൂടെയും യെരുശലേമിലും ഒക്കെ പല സന്ദർഭങ്ങളായിട്ട് കാതം താണ്ടിയവനാണ്. എന്നാൽ യേശു കർത്താവ് ഈ ഒരു യാത്ര തന്റെ യെരുശലേമിലേക്കുള്ള രാജകീയമായിട്ടുള്ള യാത്രയായിട്ട് കണ്ടുകൊണ്ട് അതൊരു ട്രയംഫൽ എൻട്രി ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വലിയ ഒരു ജനക്കൂട്ടം യേശുവിനെ എതിരേൽക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവചനത്തിന്റെ നിറവേറൽ യേശുവിന്റെ പ്രവേശനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ദൈവത്തിന്റെ പദ്ധതികൾ കൃത്യമായി നിറവേറുന്നതിന്റെ തെളിവാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ വൈകുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, 60 കൊല്ലം മുമ്പ് ഈ സെക്കരിയാവ് എന്ന് പറയുന്ന ആള് പ്രവചിച്ചിട്ട് 560 വരെ എന്തുകൊണ്ട് ദൈവം അത് പൂർത്തീകരിച്ചില്ല? എന്നാൽ അവ ഒരിക്കലും പരാജയപ്പെടാത്ത വാഗ്ദത്തങ്ങളാണ്. ദൈവത്തിന് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കാലത്തിനും
അതീതനായിട്ടുള്ളവനാണ് അവൻ. അപ്പൊ കാലചക്രങ്ങളെ തിരിക്കുന്നവനായ കർത്താവ് കൃത്യമായ സമയത്ത് അവൻ ഈ ലോകത്തിലേക്ക് ജാതം ചെയ്തു. അവനെക്കുറിച്ച് പറഞ്ഞതായ, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ഒരു പ്രത്യേകമായ തെളിവാണ് യേശുവാണ് യഥാർത്ഥത്തിലുള്ള മശിഹ എന്നും, ആ മശിഹ എന്ന് പറയുമ്പോൾ 3 ഓഫീസ് ഈ മശിഹായിലുണ്ട്. 3 പ്രത്യേകമായ ശുശ്രൂഷകൾ ഈ മശിഹായില് അന്തർലീനമാണ്. യേശു ക്രിസ്തു എന്ന് നമ്മൾ പറയുമല്ലോ, ആ ക്രിസ്തു എന്ന് പറയുന്നത് മശിഹ എന്ന വാക്കിന്റെ ഗ്രീക്ക് വാക്കാണ്. മശിഹ എന്നുള്ളത് എബ്രായ പദമാണ്. മശിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ദി അനോയിന്റഡ് വൺ എന്നാണ്. അതാണ് ക്രിസ്തുവോസ് എന്നുള്ള വാക്കും. ആ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നുള്ളത് 3 തരത്തിലാണ് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെയും അതുപോലെ പ്രവാചകന്മാരുടെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് കൃത്യമായിട്ട് ധരിച്ചു വെച്ചിരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരിലാണോ രാജകീയത്വവും, ആരിലാണോ പ്രവാചകത്വവും, ആരിലാണോ ഈ പൗരോഹിത്യവും ഒരുമിച്ച് ചേർക്കപ്പെടുന്നത്, അവനാണ് മശിഹ. അപ്പോൾ യേശു ക്രിസ്തു വാസ്തവത്തിൽ മശിഹയാണ് എന്നതിന്റെ തെളിവായിട്ടുള്ള ഒരു യെരുശലേം യാത്രയാണ് ഈ ഓശാന ഞായറാഴ്ചകളിൽ നമ്മൾ ഇപ്പോൾ വിവരിക്കുന്ന ആ കാര്യങ്ങൾ. അപ്പൊ യേശുവിന്റെ വരവ് ദൈവത്തിന്റെ വിശ്വസ്തതയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്താണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാഗ്ദത്ത രാജാവ് സകല മാനവരെയും ഭരിക്കുവാനായിട്ട് വരും. നമുക്കറിയാം, യേശു കർത്താവ് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ വന്ന് യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് ഈ ലോകത്തെ ഭരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുന്ന് യഹൂദിയയിൽ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ യെരുശലേമിൽ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ രാജാവായിട്ടിരിക്കാൻ വന്ന രാജാവല്ല, മറിച്ച് അവൻ സർവ്വലോകത്തിന്റെയും രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ പറഞ്ഞതുപോലെ രാജാതി രാജാവ് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമതായിട്ട് ഈ രാജാവിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ താഴ്മയുള്ള രാജാവാണ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. യേശു ഒരു രാജാവാണ്, എന്നാൽ ലോകം പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. അവൻ യുദ്ധക്കുതിരയിലല്ല വന്നത്, മറിച്ച് സമാധാനത്തിന്റെ അടയാളമായ കഴുതക്കുട്ടിയുടെ മേൽ കയറി ആണ് യേശു വന്നത്. ഇത് യേശുവിന്റെ രാജ്യത്വത്തിന്റെ സ്വഭാവം കൂടെ വ്യക്തമാക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ അവര് കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ കുതിരകളിൽ അവർക്ക് ഗർവം, അല്ലെങ്കിൽ അവരുടെ അഹന്ത, അവരുടെ അഹങ്കാരം, അവരുടെ ധാർഷ്ട്യം, അവരുടെ ജയിക്കാനുള്ള വലിയ കരുത്ത്, അതൊക്കെ പ്രകടമാക്കുന്നതാണ്. എന്നാൽ 2 രാജാക്കന്മാർ തമ്മിൽ സമാധാന സന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന വാഹന മൃഗം ഏതെന്ന് ചോദിച്ചാൽ അതാണ് കഴുത. അപ്പോൾ ഇവിടെ ആരും ഒരിക്കലും കയറാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കർത്താവായ യേശു ക്രിസ്തു കയറിക്കൊണ്ട് ആ ഒലിവുമലയുടെ താഴെ മുതൽ യെരുശലേമിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. അങ്ങനെ പ്രയാണം ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും താഴ്മയുടെയും വിനയത്തിന്റെയും സമാധാനത്തിന്റെയും രാജ്യമാകുന്നു എന്നതിന്റെ തെളിവായിട്ടാണ്. മാത്രമല്ല, നമ്മൾ തിരുവചനത്തിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യേശു ക്രിസ്തു ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് സ്വയം ശൂന്യമാക്കിക്കൊണ്ട് ദാസരൂപമെടുത്ത് ഈ ഭൂതലത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളാണ് ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ലോകത്തിലെ രാജാക്കന്മാർ അധികാരം പ്രകടിപ്പിക്കുകയും സേവനം ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് യേശു മറ്റുള്ളവരെ സേവിക്കാൻ തക്കവണ്ണം, അഥവാ ശുശ്രൂഷിക്കാൻ തക്കവണ്ണവും തൻ്റെ ജീവനെ പോലും സമർപ്പിക്കുവാനുമായിട്ടാണ് വന്നത്. അതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത് എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് തന്നെ പറയുന്നതാണ്, തന്റെ ജീവിതം മറ്റുള്ളവർക്കൊരു ശുശ്രൂഷയ്ക്കായിട്ട്, മറ്റുള്ളവർക്കൊരു ബലിയായിട്ട്, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൽകുവാനായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ ശുശ്രൂഷ താൻ ഏൽക്കുവാനായിട്ടല്ല എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പം യേശുവിന്റെ രാജ്യത്വം ശക്തിയുടെയും അധികാരത്തിന്റെയും മേലല്ല, മറിച്ച് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മേലാണ്
എന്നുള്ളതായിരുന്നു ഈ പ്രയാണത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഇത് നമ്മെ ഒരു ആത്മപരിശോധനയിലേക്ക് നയിക്കട്ടെ. നാം അഹങ്കാരത്തോടെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെ പോലെ താഴ്മയോടെയാണോ ജീവിക്കുന്നത്? മൂന്നാമതായിട്ട്, ഈ രാജാവിന്റെ പ്രവേശനം, യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തു ആരാധനയ്ക്ക് അർഹനായ രാജാവാണ്. യേശു ക്രിസ്തു ആരാധനയ്ക്ക് അർഹനായ രാജാവാണ്. എൻ്റെ പല മുസ്ലിം സഹോദരങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് MM അക്ബർ സാഹിബിന്റെ ഒക്കെ വാദങ്ങളിൽ അവരൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, യേശു ക്രിസ്തു എവിടെയെങ്കിലും താൻ ദൈവമാണെന്നും തന്നെ ആരാധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടോ? യേശുവിന്റെ ജനനത്തിൽ തന്നെ ആരാധിച്ച സംഭവത്തെ കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. പൊന്നു കൊണ്ടുവന്ന് രാജാക്കന്മാർ യേശുവിന്റെ പാദപീഠത്തിൽ വെച്ചിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വന്നവരാണ് ആ പൊന്നു കൊണ്ടുവച്ചത്. അവര് മാത്രമല്ല, അവരോടൊപ്പം ഉണ്ടായിരുന്ന മൂരും കുന്തിരിക്കും ഒക്കെ കാഴ്ചവെച്ചതായ സകലരും യേശുവിന്റെ പാദപീഠത്തിൽ, യേശുവിന്റെ ജനനത്തിൽ തന്നെ അവനെ ആരാധിച്ചിരുന്നു. മാത്രമല്ല, യേശു തന്റെ മാതാവിന്റെ ഉദരത്തിൽ കിടക്കുന്ന സമയത്തു തന്നെ യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മാതാവ് എലിസബത്തിന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. എലിസബത്ത് ആകട്ടെ അത് യോഹന്നാൻ സ്നാപകന്റെ മാതാവാണ്, യഹിയാ നബിയുടെ മാതാവാണ്. യഹിയാ നബി എലിസബത്തിന്റെ ഉദരത്തിലാണ്. ഉടനെ തന്നെ ആ കുഞ്ഞ്, ഉദരത്തിൽ കിടക്കുന്ന യഹിയാ നബി പോലും ഉദരത്തിൽ വെച്ച് യേശുവിനെ സ്തുതിക്കുന്ന, അല്ലെങ്കിൽ ഉല്ലസിക്കുന്ന, സന്തോഷിക്കുന്ന ഒരനുഭവത്തെ കുറിച്ച് എലിസബത്ത് പറയുന്നുണ്ട്. എലിസബത്ത് പറയുകയാണ്, എൻ്റെ രക്ഷിതാവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. ഇത് കണ്ടപ്പോൾ എൻ്റെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞ് സന്തോഷിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം അത്രമാത്രം അത്ഭുതവാനായിട്ടുള്ള ഒരുവനായിരുന്നു യേശു ക്രിസ്തു. അപ്പൊ അങ്ങനെയുള്ള ആ യേശുവിന്റെ ഈ യെരുശലേമിലേക്കുള്ള പ്രവേശന സമയത്ത് യേശു ആരോടും തന്നെ ആരാധിക്കണമെന്ന് പറയാതെ തന്നെ സകല മനുഷ്യരും, യേശുവിനെ കണ്ടവരൊക്കെയും അവനെ ആരാധിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ യേശുവിന്റെ പ്രവേശന സമയത്ത് ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും അതുപോലെ തന്നെ ഒലിവ് കൊമ്പുകൾ കയ്യിൽ പിടിച്ച് യേശുവിനെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ്. എന്തായിരുന്നു അവര് വാഴ്ത്തി സ്തുതിച്ചത്? 24-ാം സങ്കീർത്തനത്തിൽ യേശു ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തു വരുന്നതിന് മുമ്പ് തന്നെ 1040 വർഷം മുമ്പ് ജീവിച്ചിരുന്നിട്ടുള്ള ദാവീദ് ഈ യേശുവിന്റെ പ്രയാണത്തെക്കുറിച്ച്, യെരുശലേമിലേക്കുള്ള പ്രയാണത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ ഈ യെരുശലേമിലേക്കുള്ള പ്രയാണം അത് വാഗ്ദത്ത നിവർത്തിയായിരുന്നു എന്ന് ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞു. വീണ്ടും ഞാനത് ആവർത്തിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിനെ ആരാധിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് കാണുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ അത് കാണാൻ സാധിക്കും. അപ്പൊ ഇത് ഒരു സാധാരണ സ്വീകരണമല്ല, മറിച്ച് രാജാവിനോടുള്ള ആരാധനയുടെ പ്രകടനമാണ്. അതുകൊണ്ടാണ് ഹോസന്ന എന്നുള്ള പദം തന്നെ വരുന്നത്. ഹോസന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ ഇപ്പോൾ രക്ഷിക്കുക എന്നാണ്. ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോൾ രക്ഷിക്കണമേ എന്നുള്ള അർത്ഥമാണ് ഹോസന്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ യേശു വളരെ കൃത്യമായിട്ട് തങ്ങളുടെ രക്ഷിതാവാണ്, തങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ യേശുവാണ് എന്നുള്ളത് ആ വലിയ പുരുഷാരത്തിന് മനസ്സിലായി. യേശു ഏതിൽ നിന്നാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്? രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നാണ് തങ്ങളെ രക്ഷിക്കണമേ എന്നവര് ഉദ്ദേശിച്ചതെങ്കിലും രാഷ്ട്രീയമായ അടിമത്തമൊക്കെ മാറി മാറി വരുന്നവരാണ്. അതിനകത്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടാവും. എന്നാൽ പാപത്തിന്റെ അടിമത്തമാണ് മനുഷ്യവർഗത്തെ മുഴുവനായിട്ട് ത്രസിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരെയും കവർന്നു തിന്നിരിക്കുന്നത് പാപമാണ്. ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ രക്ഷകന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ അവരുടെ പ്രാർത്ഥന, അവരുടെ നിലവിളി, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ താൻ രക്ഷിതാവാണെന്ന് അംഗീകരിച്ചതായ ആ ജനത്തെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്നുള്ളവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അവർ യേശുവിനെ ആരാധിക്കാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില പരീശയന്മാർ, ആ പരീശയന്മാര് മതഭക്തന്മാരാണ്. മതത്തിന്റെ എല്ലാ ചട്ടക്കൂട്ടുകളിലും അവർ കുടുങ്ങി കിടക്കുന്ന ആളുകളാണ്, മതപ്രകാരം ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ വന്നിട്ട് ഈ യേശുവിനോട് പറയുകയാണ്, ഗുരു അങ്ങയുടെ ശിഷ്യന്മാരെ വിലക്കുക. 12 പേര് മാത്രമല്ല, യേശുവിനെ ആർപ്പ് വിളിക്കുന്ന, യേശുവിന് ഹോസന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർപ്പ് വിളിക്കുന്ന ആ ജനതയെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 40-ാം വാക്യത്തിൽ, ഇവർ മിണ്ടാതെ ഇരുന്നാൽ ഈ കല്ലുകൾ
ആർത്തു വിളിക്കും. ഇവർ മിണ്ടാതെ ഇരുന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, തന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം സകല പ്രപഞ്ചമുണ്ട്. അതാണ് 19-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. അപ്പം ദൈവത്തിന്റെ മഹത്വത്തെ വിവരിക്കുവാൻ പ്രപഞ്ചം എപ്പോഴും സജ്ജമായി നിൽക്കുമ്പോൾ ഈ യേശുവിനെ കണ്ടതായ ജനങ്ങൾ ഒരുമിച്ച് അവനെ ആർത്ത് സ്തുതിക്കുകയാണ്. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ്, കർത്താവിന്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ഇതാ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് ആരാധിക്കുന്നു. അപ്പൊ ഇതൊരു ശക്തമായ സത്യമാണ്. ദൈവം ആരാധനയ്ക്ക് അർഹനാണ്, അത് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ ആരാധിക്കുക എന്നുള്ളത് യേശുവിനെ കണ്ട ഓരോ വ്യക്തിയുടെയും, യേശുവിനെ അനുഭവിക്കുന്ന ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അത് കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം ആയതുകൊണ്ടാണ് അവനെ നാം ആരാധിക്കുന്നത്. അവൻ കേവലം ഒരു മനുഷ്യനല്ല, മറിച്ച് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടുള്ളവൻ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനാണ്. അതുകൊണ്ട് നാം അവനെ ആരാധിക്കാത്ത പക്ഷം സൃഷ്ടി തന്നെ അവനെ ആരാധിക്കും. നാം ആരോ പറഞ്ഞു കേട്ട ഒന്നിന് ആരാധനകൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നമ്മോട് കൂടെ വസിക്കുവാൻ കഴിവുള്ളവനായ, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ളവനായ, നമ്മളെ നിത്യജീവനിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവനായ യേശുവിനെയാണ് ആരാധിക്കേണ്ടത്. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവ രക്ഷകൻ എന്നാണ്. അപ്പൊ രക്ഷിക്കുന്നവനായ യഹോവയാം ദൈവം മനുഷ്യാവതാരം എടുത്തു വന്ന യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. ആരാധന വെറും വാക്കുകളിലൂടെ മാത്രമല്ല, അത് ഹൃദയത്തിന്റെ സമർപ്പണത്തിലൂടെയാണ്. നമ്മുടെ ജീവിതം തന്നെ യേശുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ്. അതിന്റെ പര്യായമായിട്ടാണ് അവർ തങ്ങളുടെ വിലയേറിയ വസ്ത്രങ്ങളൊക്കെ ആ യേശുവിന്റെ മുമ്പാകെ അവരെ വിരിക്കുകയും അവനെ ഹല്ലേലൂയ പാടുകയും ചെയ്തു. നാലാമതായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള രാജാവ്. ആ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിന്റെ യെരുശലേമിലേക്കുള്ള പ്രയാണത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? ഇന്നും അനേക ആളുകൾ യേശുവിനെ കേവലം ഒരു പ്രവാചകനായി കാണുന്നു. യേശു ഒരു നല്ല ഗുരു എന്നൊക്കെ പലരും പറയുന്നു. അങ്ങനെയല്ല. യേശു ഓശന്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ സേവസ്നാവ്, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അവൻ രക്ഷിതാവാണ്. സകല മനുഷ്യരെയും രക്ഷിപ്പാൻ കഴിവുള്ള ഏക കർത്താവും ഏക രക്ഷിതാവും യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ജനങ്ങൾ യേശുവിനെ രാഷ്ട്രീയ രക്ഷകനായി പ്രതീക്ഷിച്ചുവെങ്കിൽ അവർ റോമൻ ഭരണത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിച്ചത്. എന്നാൽ യേശുവിന്റെ ദൗത്യം അതിനേക്കാൾ ആഴമുള്ളതും ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ളതുമായിരുന്നു. അവൻ മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ തക്കവണ്ണമാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ, ഇത് മനസ്സിലാക്കാതെ കഴിയുന്ന മനുഷ്യര് യേശുവിനെ കേവലം ഒരു മത സ്ഥാപകനായിട്ട് കാണും. യേശുവിന് മതമില്ല, അത് മനസ്സിലാക്കണം. യേശുവിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഇല്ല, ഭാഷ വ്യത്യാസമില്ല. സകല മനുഷ്യരെയും തന്റെ വാക്കിനാൽ ഉരുവാക്കി പ്രപഞ്ചത്തിൽ അവൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ്. അപ്പൊ ആ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോയപ്പോൾ അവനെ ദൈവസ്വരൂപവും സാദൃശ്യവും നൽകി അവനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി വന്നവനാണ് ഈ കർത്താവ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ രക്ഷിതാവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് ആ യഹൂദ പരീക്ഷകൾക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് അവർ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ് ഞായറാഴ്ച അവനെ വാഴ്ത്തിയതായിട്ടുള്ള ജനങ്ങളോട് ചേർന്നുകൊണ്ട് അവനെ ക്രൂശിക്കുക എന്ന് വെള്ളിയാഴ്ച അവരാവശ്യപ്പെട്ടത്. ഇത് നമ്മെയും നമ്മുടെ ജീവിതത്തെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. നാം യേശുവിനെ പിന്തുടരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയാണോ? രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പദവികൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ സ്വാർത്ഥത നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണോ പല ആളുകളും യേശുവിനെ പിൻപറ്റുന്നത്? തങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്തു വന്നിരിക്കുകയാണ്. ചില ആളുകളൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയാ. പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്റെ ജീവിതം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവന് പള്ളിയിലും പോകും, അതുപോലെ തന്നെ വേറെ എല്ലായിടത്തും പോയി ഒന്നാം പ്രമാണം തന്നെ ലംഘിക്കുന്നവനാണ്. അങ്ങനെയുള്ളവരെ ഒന്നും ക്രിസ്ത്യാനിയായിട്ടോ ക്രിസ്ത്യാനിയുടെ പ്രതിനിധിയായിട്ടോ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നും കൂടെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആയിരിക്കരുത് നാം ക്രിസ്ത്യാനി ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്തു ഭക്തനായിരിക്കേണ്ടത്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്.
മറിച്ച് അവൻ കർത്താവായി തീർന്നതിനാൽ ആയിരിക്കണം. അഞ്ചാമതായിട്ട് നമ്മൾ ഈ കർത്താവിന്റെ പ്രയാണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ യെരുശലേമിലേക്കുള്ള യേശുവിന്റെ യാത്ര, രാജാവായിട്ടുള്ള ആ യാത്രയിൽ നമ്മൾ കാണുന്നത് ഒരു വീപ്പിംഗ് കിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ കരയുന്ന ഒരു രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. കരയുന്ന ഒരു രാജാവ്. യേശു യെരുശലേമിനോട് അടുത്ത് എത്തിയപ്പോൾ അവൻ ആ നഗരത്തെ കണ്ടുകൊണ്ട് കരഞ്ഞു. നഗരം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അവൻ കരഞ്ഞു എന്നാണ് വിശുദ്ധ ലൂക്കോസ് തന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ്. അവൻ ദൂരെയുള്ള ഒരു രാജാവല്ല, മറിച്ച് മനുഷ്യരുടെ വേദനയും ആത്മീയ അന്ധതയും കണ്ട് ദുഃഖിക്കുന്ന ഒരു കരുണാമയനായ രക്ഷകനാണ്. എന്നെയും നിങ്ങളെ നോക്കുമ്പോൾ യേശു കരയുകയാണോ അതോ സന്തോഷിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നാം ചിന്തിക്കണം. യെരുശലേം ദൈവത്തിന്റെ സന്ദർശനത്തെ തിരിച്ചറിയാതെ പോയി. അതിനാൽ അവർ സമാധാനത്തിന്റെ വഴി നഷ്ടപ്പെടുത്തി. ഇത് നമ്മെ ഗൗരവമായിട്ടുള്ള ഒരു മുന്നറിയിപ്പിലേക്ക് നയിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നിമിഷങ്ങളെ നാം അവഗണിക്കരുത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഒരു കുട്ടി അവന് ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ മാതാവും പിതാവും ഒക്കെ എന്തുമാത്രം ദുഃഖിക്കും. അവരുടെ കണ്ണിൽ നിന്ന് ആ മകനെ ഓർത്ത് കണ്ണുനീര് വരാതെ ഇരിക്കുമോ? ഫാദർ വീപ്സ് when his child is in dangerous situation. Does not he? Yes, he does. അതുപോലെ തന്നെയാണ് നമ്മളൊരു അപകടത്തിലാണ്, പാപത്തിലാണ്, നാം നിത്യനാശത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് ആ കണ്ണുനീര് വാർത്തത്. ആറാമതായിട്ട് ശുദ്ധീകരിക്കുന്ന രാജാവിനെയാണ് യേശുവിൽ നമുക്ക് ആ യെരുശലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനത്തിൽ കാണാൻ കഴിയുന്നത്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ വ്യാപാരം നടക്കുന്നത് കണ്ടു. ആ യേശു കർത്താവ് ചാട്ടവാറുണ്ടാക്കി അവരെല്ലാവരെയും പുറത്താക്കി കളഞ്ഞു. എന്നിട്ട് എന്താ യേശു പറഞ്ഞത്? എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ആ ഉദ്ധരണി യേശു കർത്താവ് തന്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത ആ കാര്യങ്ങളെ വിശുദ്ധ ലൂക്കോസ് 19-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ ആലയം. അപ്പോൾ യേശുവിന്റെയാണ് ദൈവാലയം. ദൈവാലയം യേശുവിന്റെ ആണെങ്കിൽ വാസ്തവത്തിൽ അവൻ ദൈവമാണ്. ആ ദൈവമായിരിക്കുന്നവൻ തന്റെ ജനത അവനെ ആരാധിക്കാൻ വരുമ്പോൾ വിശുദ്ധിയോടുകൂടെ വേണം വരാൻ എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഇത് യേശുവിന്റെ വിശുദ്ധിയെ കാണിക്കുന്ന ഒന്നും കൂടിയാണ്. അവൻ സ്നേഹമുള്ളവനാണ്, എന്നാൽ അവൻ നീതിമാനുമാണ്. അവൻ ആരാധനയുടെ ശുദ്ധി പുനഃസ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവാലയത്തിലെ ലേലം വിളികളും ദൈവാലയത്തിലെ ബിസിനസ്സുകളും കാരണങ്ങളൊക്കെ ഓർക്കണം. നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണോ ദൈവാലയം സൂക്ഷിക്കുന്നത്? ഇന്നത്തെ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതെങ്കിലും കെട്ടിടമല്ല ദൈവത്തിന്റെ ദൈവാലയം, മറിച്ച് ഞാനും നിങ്ങളുമാകും. പുതിയ നിയമം നമ്മോട് പറയുന്നത് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം, നമ്മുടെ ഹൃദയം പ്രാർത്ഥനയാൽ നിറഞ്ഞ ആലയമാണോ അല്ലെങ്കിൽ അശുദ്ധികളാൽ നിറഞ്ഞതാണോ? നമ്മുടെ പ്രതികരണം എന്താണ്? ഓശാന ഞായർ നമ്മളെ ഒരു വ്യക്തിപരമായ തീരുമാനത്തിലേക്ക് വിളിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ച് നാം എങ്ങനെ പ്രതികരിക്കുന്നു? 4 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് അവഗണിക്കൽ. യെരുശലേമിലെ പലരെയും പോലെ നമുക്കും ദൈവത്തിന്റെ വചനത്തെ, യേശുക്രിസ്തുവിനെയൊക്കെ അവഗണിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് എതിർപ്പുള്ള ഒരു മറ്റം ആളുകൾ, പരീശന്മാർ, അവർ വന്ന് യേശുവിനെ എതിർക്കുന്നവരാണ്. നമ്മളും പലപ്പോഴും യേശുവിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. മൂന്നാമതായിട്ട് താൽക്കാലികമായിട്ടുള്ള ആവേശം. ജനക്കൂട്ടത്തെ പോലെ അവരെല്ലാവരും കൂടെ യേശുവിന്റെ വാർത്ത കേട്ടപ്പോൾ അവർ വന്നിട്ട് തങ്ങളുടെ കൈകളിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്നൊക്കെ വളരെ ശക്തമായി പറഞ്ഞതാണ്. നാലാമതായിട്ട് പൂർണ്ണ കീഴടങ്ങൽ. യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ തങ്ങളുടെ വസ്ത്രങ്ങളെ വഴിയിൽ വിരിച്ച് കർത്താവിന് യാത്ര ചെയ്യാൻ തക്കോണം, ആ കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യത്തക്കോണം സാധ്യതകളെ ഒരുക്കി കൊടുത്ത ആ ശിഷ്യരെ പോലെ നമ്മുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുവാൻ, ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ തക്കോണം സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഓശാന ഞായറാഴ്ച ജനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. അത് അവരുടെ സമർപ്പണത്തിന്റെ അടയാളമായിരുന്നു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അഹങ്കാരം, സ്വാർത്ഥത, സ്വയം നിയന്ത്രണം എല്ലാം യേശുവിന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയുമോ? സമാപനമായിട്ട് ഞാൻ പറയട്ടെ, യേശുവിന്റെ യാത്ര 3 ഘട്ടങ്ങളായി നമുക്ക് കാണാം. ഒന്ന്, ഓശാന ഞായറാഴ്ച താഴ്മയോടെ വരുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. രണ്ടാമതായിട്ട് ദുഃഖവെള്ളിയാഴ്ച ത്യാഗത്തിന്റെ രാജാവിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഈസ്റ്റർ ഞായറാഴ്ച അത് വിജയത്തിന്റെ രാജാവാണ്. അപ്പൊ ഈ രാജാവ് ഇന്നും ജീവനുള്ളവനാണ്. ത്യാഗത്തോടുകൂടെ തീരുന്നവനല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്ന ജയാളിയായ ഒരു രാജാവാണ് നമ്മുടെ കർത്താവ്. യേശു നമ്മുടെ ജീവിതത്തിന്റെ രാജാവാണോ? നന്ദി, നമസ്കാരം.